നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാനിലുണ്ട് ഒരു രാവ്, ആ രാവ് 1000 മാസങ്ങളെക്കാൾ പ്രത്യേകതയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖദറിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. നാം ഖുർആനിനെ അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഒരു പദപ്രയോഗം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിൽ മാ അദ്റാക എന്നുള്ള പ്രയോഗം കൊണ്ട് അള്ളാഹു എന്ത് ചോദിച്ചാലും ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് മനസ്സിലാക്കണം. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, വമാ അദ്റാക പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം വരുന്ന ആയത്ത് അതിന്റെ വിശദീകരണമായിരിക്കും. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ എന്താണ് ഖാരിഅത്ത് എന്നാൽ യൗമ യകൂനുൻ നാസു കൽ ഫറാഷിൽ മബ്സൂസ്, അവിടെ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ലൈലത്തുൽ ഖദർ വിശദീകരിക്കുന്നത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പവിത്രമാണ് എന്ന്, പുണ്യകരമാണ് എന്ന്. 1000 മാസങ്ങളെക്കാൾ ദൈർഘ്യമുള്ളതല്ല, പക്ഷെ പുണ്യകരമാണ്, ഖൈറാകുന്നു. അതിന്റെ പ്രത്യേകത വീണ്ടും പറയുന്നത് തനസ്സലുൽ മലായിക, അള്ളാഹുവിന്റെ മാലാഖമാർ അന്ന് ഇറങ്ങി വരുന്നുണ്ട്. മാലാഖമാർ എന്നും ഇറങ്ങുന്നുണ്ട്. ലഹു മുഅഖിബാത്തും ബില്ലൈലി വന്നഹാർ, ഒരു ദിവസം 70,000-ഓളം മലക്കുകൾ രാവിലെയും വൈകുന്നേരവും ഭൂമിയിലേക്ക് വന്ന് തിരികെ പോകുന്നുണ്ട്. പക്ഷേ അന്ന് ഇറങ്ങുന്ന മലക്കുകൾ ഇവരല്ല, ഇവരെ കൂടാതെ ഒരുപാട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് പ്രത്യേകം പറയുന്നത്. തനസ്സലുൽ മലായികത്തു വറൂഹു, അന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബിഇദ്നി റബ്ബിഹിം, അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ സമ്മതപ്രകാരമാണ് ഇറങ്ങി വരുന്നത്. എന്നിട്ട് പറയുന്നത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ആ രാവ് പ്രഭാതമാകുന്നതുവരെ വളരെ ശാന്തമായ സുന്ദരമായ ഒരു രാവാണ് എന്ന്. ഇത്രയും വിശദമായി ഒരു രാവിനെ കുറിച്ച് അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് മാത്രമാണ്.